നമുക്കിന്ന് തേങ്ങ എങ്ങനെ വറുത്തരയ്ക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയാണ്. അതിൻ്റെ ഒരു മുറിയുടെ മുക്കാൽ ഭാഗമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് ചിരണ്ടി വന്നപ്പോൾ ഇങ്ങനത്തെ പൊട്ട് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ എല്ലാം ഒരേപോലെ നമുക്ക് ആയി കിട്ടും കേട്ടോ. ഒത്തിരി അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നല്ല ഒരേപോലെ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇൻഡാലിയത്തിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രം ഉപയോഗിക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി ഒന്ന് ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അടിയിൽ കരിഞ്ഞു പിടിക്കും, മുകൾ ഭാഗം മൂക്കുകയില്ല. ഇപ്പോൾ അത് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി നിൽക്കണം. ഇത്ര മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല. ഞാനിതാണ് ചേർക്കുന്നത്. പൊടികൾ ചേർക്കാതെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഇനി പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മൂത്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി അരച്ചെടുക്കാം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് തോണ്ടി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ കിട്ടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല കളറും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തേങ്ങ വറുത്തരയ്ക്കുന്നത്. എല്ലാവരും ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.